ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ടാപ്പിയോക്ക അഥവാ കപ്പയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മലയാളികളുടെ ഒരു ഇഷ്ട വിഭവമാണ് കപ്പ, അല്ലേ? പണ്ട് കാലത്തൊക്കെ സാധാരണക്കാരുടെ ഒരു പ്രധാന ജീവിതമാർഗം എന്ന് പറയുന്നത് കൃഷിയായിരുന്നല്ലോ. കപ്പയും കാച്ചിലും ചേമ്പും ഒക്കെ നന്നായിട്ട് കൃഷി ചെയ്യും. വിശക്കുമ്പം അതിൽ നിന്ന് കുറച്ച് പറിച്ചെടുത്ത് കൊണ്ടുവന്ന് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. കാശൊക്കെ കയ്യിലുണ്ടെങ്കിൽ പോലും അന്ന് ഭക്ഷണ സാധനങ്ങൾ ആവശ്യത്തിന് ലഭ്യമായിരുന്നില്ല എന്നാണ് നമ്മുടെ പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കപ്പ പുഴുക്കും ഉണക്കക്കപ്പ പൊടിച്ചുണ്ടാക്കിയ പലഹാരങ്ങളൊക്കെയായിരുന്നു അന്ന് വിശപ്പടക്കാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ആ കാലമൊക്കെ മാറി. ജീവിത സാഹചര്യങ്ങളും വിശപ്പടക്കാൻ വേണ്ടി കപ്പ കഴിക്കേണ്ട കാര്യമൊന്നും ഇന്നത്തെ കുട്ടികൾക്കില്ല. അൽഫാമും മന്തിയും മറ്റ് ന്യൂജൻ ഫുഡുകളും ഒക്കെ തകർത്താടുമ്പോഴും കപ്പയുടെ സ്റ്റാർ വാല്യൂ ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കുമ്പം കാണാൻ പറ്റുന്നത്. കപ്പപ്പുഴുക്കും കാന്താരി ചമ്മന്തിയും കഞ്ഞിയുമൊക്കെ എത്ര കഴിച്ചാലും മതി വരാത്ത കോമ്പിനേഷനാണ്, അല്ലേ? അതിൻ്റെ കൂടെ മത്തിക്കറിയോ മത്തി പൊരിച്ചതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഇതുവരെ ഇഷ്ടം കൊണ്ട് കഴിച്ച കപ്പ ഇനി അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഗുണങ്ങളും കൂടി മനസ്സിലാക്കി കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം വളരെ കൂടുതലാണ് കപ്പയിൽ. ഭാരം കൂടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ തടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കപ്പ കഴിച്ചുകൊണ്ട് നമുക്ക് നാച്ചുറലായിട്ട് തന്നെ തടി വർദ്ധിപ്പിക്കാവുന്നതാണ്. ആവശ്യമില്ലാത്ത കൊളസ്ട്രോളോ കൊഴുപ്പോ ഒന്നുമില്ല കപ്പയിൽ. ഹൃദയാരോഗ്യം കൂട്ടാൻ ഇത് വളരെ നല്ലതാണ്. കപ്പയിലുള്ള അന്നജം സൂക്രോസിൻ്റെ രൂപത്തിലായതുകൊണ്ട് തന്നെ അത് ഊർജ്ജമായി പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. ധാരാളം നാരുകൾ അടങ്ങിയ ഒരു ഭക്ഷണമായതുകൊണ്ട് വയറ് പെട്ടെന്ന് നിറഞ്ഞൊരു ഫീലിംഗ് തരികയും വളരെയധികം സമയം നമുക്ക് വിശക്കാതിരിക്കുകയും ചെയ്യും. ബി കോംപ്ലക്സ് വൈറ്റമിൻസും ഫോളിക് ആസിഡും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഫോളിക് ആസിഡ് നാഡീ വൈകല്യങ്ങൾ തടയാൻ സഹായകരമാണ്. വൈറ്റമിൻ കെ അൾഷിമേഴ്സ് വരാനുള്ള സാധ്യത തടയുന്നു. കപ്പയിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ ദഹനത്തിന് സഹായിക്കുന്നു, മലബന്ധം അകറ്റുന്നു. അയൺ, കാൽസ്യം എന്നിവ എല്ലുകൾക്ക് സംരക്ഷണം നൽകുന്നു. അതുപോലെ വിളർച്ച തടയുന്നു. പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്തുന്നു. എന്നാൽ സോഡിയം വളരെ കുറവാണ്. ഇതിലടങ്ങിയിട്ടുള്ള ഫോളേറ്റ്, വൈറ്റമിൻ ബി എന്നിവ ഗർഭസ്ഥ ശിശുവിനെ നാഡീ വൈകല്യങ്ങളിൽ നിന്നും തടയുന്നു. തലച്ചോറിൻ്റെ വികാസത്തിനും DNA രൂപപ്പെടലിനും ഇത് സഹായകരമാണ്. കുഞ്ഞിന് മാത്രമല്ല അമ്മയ്ക്കും കപ്പ കഴിക്കുന്നത് കൊണ്ട് ഗുണമുണ്ട്. അയൺ കുറവ് നികത്താനും അതുവഴി ഉണ്ടാകുന്ന വിളർച്ച മാറ്റാനുമൊക്കെ ഇത് ഗുണം ചെയ്യും. ഗ്ലൂട്ടൻ തീരെ ഇല്ല കപ്പയിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരു കാര്യം ശ്രദ്ധിക്കണം, തടിയുള്ളവർ, മെലിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കപ്പ ഒഴിവാക്കുന്നതാണ് നല്ലത്. കപ്പ കൊണ്ടുണ്ടാക്കാവുന്ന വിഭവങ്ങളുടെ ചെറിയൊരു ലിസ്റ്റ് നമുക്ക് ഇവിടെ നോക്കിയാലോ. കപ്പ കൊണ്ടുള്ള പലതരത്തിലുള്ള ചിപ്സ് ഉണ്ട്. ഇത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും വളരെ ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നാണ്. അതുപോലെ കപ്പ ബിരിയാണി, എല്ലും കപ്പയും വെച്ചത്, കപ്പയും ബോട്ടിയും, ഇതൊക്കെ ന്യൂജൻ പോലും ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളാണ്. എന്നാൽ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഈ അടുത്ത കാലത്തായി ഒരു താരം കൂടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പാൽക്കപ്പ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഓടുന്ന ഒരു വിഭവമാണിത്. പാൽക്കപ്പയുടെ റെസിപ്പി എന്ന് ചുരുക്കി പറയാം. കപ്പ മുറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കുക. വെള്ളം ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. കപ്പയുടെ അളവനുസരിച്ച് തേങ്ങ എടുക്കണം. തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ച് 1-ാം പാലും 2-ാം പാലുമായിട്ട് മാറ്റി വെക്കണം. ശേഷം കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, എരിവിനാവശ്യമുള്ള പച്ചമുളക് എന്നിവ ഒന്ന് ചതച്ചെടുക്കണം. വെന്തുടഞ്ഞ കപ്പയിലേക്ക് അരപ്പ് ചേർത്ത് തിളപ്പിക്കണം. അതിൻ്റെ കൂടെ ആദ്യം 2-ാം പാലും പിന്നെ 1-ാം പാലും ചേർത്ത് കുറുക്കിയെടുക്കണം. ഒരു ചീനച്ചട്ടിയിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകും ചുവന്നുള്ളി അരിഞ്ഞതും അതുപോലെ കറിവേപ്പിലയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത് ഈ കപ്പയിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പാൽക്കപ്പ റെഡി. മുളകിട്ട മീൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ചേർത്ത് കഴിച്ചാൽ സൂപ്പറായിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഒരു കമൻറ്റും അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.